താൽക്കാലിക നിയമനം സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 4 കൊല്ലം വിവിധ സർക്കാർ വകുപ്പുകളിലും സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടത്തിയ താൽക്കാലിക നിയമനങ്ങൾ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയാണ് ചോദ്യം ഉയർത്തിയത്. ക്രോഡീകരിച്ചിട്ടില്ല എന്ന മറുപടിയാണ് സർക്കാർ ഇതിൽ 4നും നൽകിയത്. സലീം മാലിക് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. ഇനി എന്ന് ക്രോഡീകരിക്കും? ഗുഡ് മോർണിംഗ്. വിചിത്രമായൊരു മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയമസഭാ രേഖകളിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദിച്ചത് ഈ പിൻവാതിൽ നിയമനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു. പിൻവാതിൽ നിയമനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല എന്നൊരു ആരോപണം ഉയർത്തിയതിനു ശേഷമായിരുന്നു സംസ്ഥാനത്ത് നടത്തിയ താൽക്കാലിക നിയമനങ്ങളും അത് എവിടെയൊക്കെ നടത്തി എന്നതുൾപ്പെടെയുള്ള 4 ചോദ്യങ്ങൾ രമേശ് ചെന്നിത്തല ചോദിച്ചത്. ഈ ചോദ്യങ്ങൾക്ക് 4നും ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറുപടി. സർക്കാരിന്റെ പക്കൽ ആ കണക്കുണ്ടെങ്കിലും അത് പുറത്തുവിടാൻ തയ്യാറല്ല എന്നാണ് നമ്മൾ ഈ കണക്കിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാരണം ആ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം വിവിധ സർക്കാർ വകുപ്പുകളിലും ഒപ്പം കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലും സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളിലും എംപ്ലോയ്മെന്റ് വഴിയോ അതല്ലാതെയോ നടത്തിയിട്ടുള്ള കരാറോ അതല്ലാത്തതോ ആയ നിയമനങ്ങൾ എത്രയുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ പക്കൽ ഉണ്ടാവേണ്ട കണക്കാണ് അത്. പക്ഷേ ആ ചോദ്യത്തിന് അത് ക്രോഡീകരിച്ചിട്ടില്ല. വിവിധ വകുപ്പുകളിലുള്ള സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ തലത്തിൽ ക്രോഡീകരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് മറുപടി. രണ്ടാമത്തെ ചോദ്യം സംവരണ തത്വം പാലിച്ചിട്ടാണോ ഈ നിയമനങ്ങൾ നടത്തിയത് എന്നുള്ളതായിരുന്നു. ആ ചോദ്യത്തിനും ക്രോഡീകരിച്ചിട്ടില്ല എന്നാണ് മറുപടി. മൂന്നാമത്തെ ചോദ്യം അതല്ലെങ്കിൽ ഇതിൽ എത്ര കരാർ ജീവനക്കാരെ ഇക്കാലയളവിനിടയിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്, മാത്രമല്ല ആ ജീവനക്കാർ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഏതൊക്കെ കരാർ സ്ഥാപനങ്ങളിലാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിനും മറുപടി സമാനമാണ്, ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം എന്ത് യോഗ്യതയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അഭിമുഖ എഴുത്തു പരീക്ഷകളുടെ മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ, അത് സംബന്ധിച്ച് വിവരം ലഭ്യമാക്കാമോ എന്നുള്ളതായിരുന്നു നാലാമത്തെ ചോദ്യം. ഈ നാലാമത്തെ ചോദ്യത്തിനും സർക്കാർ ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറുപടി. ഉറപ്പായും സർക്കാരിന്റെ പക്കൽ ഉണ്ടാവേണ്ട ഒരു കണക്കാണ് ഈ താൽക്കാലിക നിയമനങ്ങൾ സംബന്ധിച്ച്, പ്രത്യേകിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ നടത്തേണ്ട സർക്കാർ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള. അതിൽ കഴിഞ്ഞ 4 വർഷത്തെ കണക്കും സർക്കാരിന്റെ പക്കലില്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കാനാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ആലോചിക്കുന്നത്. താങ്ക് യു സലീം മാലിക്.